പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയന സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ജലജ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നീ കാരണം ഈ കുടുംബം ശിഥിലാവും, ഏട്ടത്തി പടിയിറങ്ങി പോകാൻ നിൽക്കുകയാണെന്ന് പറയുകയാണ്. അതന്നെയല്ലേ അപ്പച്ചിയുടെ ആഗ്രഹം എന്ന് നയന ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജലജയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഒരിക്കലും എൻ്റെ ഏട്ടത്തി പടിയിറങ്ങി പോകണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. നീയും നിൻ്റെ ചേച്ചിക്ക് ഇവിടുന്ന് പോയാലേ ഈ വീട്ടിൽ മനസ്സമാധാനം ഉണ്ടാവുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഞാനും എൻ്റെ ചേച്ചിക്ക് ഇവിടുന്ന് പോയാൽ മനസ്സമാധാനം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പച്ചിയുടെ മനസ്സിൽ മുഴുവൻ വിഷമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അപ്പച്ചി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അപ്പച്ചിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും മനസ്സമാധാനം കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിന്റെ മനസ്സിലാണ് നിറയെ വിഷമുള്ളത് അങ്ങനെ ജലജ തിരിച്ചും പറയുന്നുണ്ടായിരുന്നു. നിന്റെ മനസ്സിൽ ഇങ്ങനെ എല്ലാവരെയും മുന്നിലും നല്ല ഇത് ഇങ്ങനെ കാണിച്ചിട്ട് നിന്റെ മനസ്സിലൊരു വാക്കത്തി ഉണ്ട്, അതിങ്ങനെ നീ ഇങ്ങനെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യാണ് കേട്ടോ. പിന്നീട് ഇങ്ങനെ വലിഞ്ഞു കയറി വന്നതല്ലേ എന്നുള്ളതിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വലിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരാൻ കാരണക്കാരനാരുടെ ആദർശേട്ടൻ എൻ്റെ നവ്യേച്ചീനെയാണ് സ്നേഹിച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയിലേക്കും കയറിയത് അപ്പച്ചിയുടെ മോൻ തന്നെയല്ലേ, അതുകൊണ്ടാണ് എനിക്ക് ഈ വീട്ടിലേക്ക് കയറേണ്ടി വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ ചെറിയൊരു തർക്കമൊക്കെ നടക്കുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞ് ജലജ നേരെ ചെല്ലുന്നത് ദേവയാനിയുടെ അടുത്തേക്കാണ്. അപ്പോൾ ദേവയാനി ഇങ്ങനെ കല്യാണം കഴിഞ്ഞ ശേഷം ഇങ്ങനെ അവിടെ കിടന്ന് അഹങ്കരിച്ചത് നിനക്ക് ഇത് തന്നെ വേണം, നിന്റെ മരുമോളെ കൊണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മനസ്സിൽ ചിന്തിച്ചിട്ടാണ് കേട്ടോ പിന്നീട് ദേവയാനിയുടെ അടുത്തേക്ക് വന്നിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ മുന്നിൽ ആദ്യമൊക്കെ കാണിച്ചിട്ട് ഏട്ടത്തിയുടെ മരുമോൾ ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ജ്യൂസ് എടുത്ത് കുടിക്കുകയാണ് ഞാൻ നോക്കുമ്പോൾ എന്നൊക്കെ പറയാണ്. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു, അതെന്തിനപ്പോൾ എന്നോട് പറയുന്നതെന്ന്. അപ്പോൾ ആ സമയത്താണെങ്കിലും ദേവേനി പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഇന്നോ നാളെയോ ഇല്ലാതെ ഏത് നിമിഷവും പടിയിറങ്ങി പോകുമെന്ന് പറയുകയാണ്. അപ്പോൾ ഏട്ടത്തി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്നൊക്കെ പറഞ്ഞിട്ട് നയനിനെ കുറിച്ച് കുറച്ചൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് തിളപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ മീനാക്ഷിക്ക് പണം കൊടുത്തതും അതുപോലെ തന്നെ ഇങ്ങനെ അത് ഇങ്ങനെ ചോദിക്കാൻ ചെന്ന സമയത്ത് ഇങ്ങനെ നയനേനെ അടിക്കാൻ ചെന്നപ്പോൾ ഇങ്ങനെ സ്വന്തം മകൻ തന്നെയല്ലേ കൈ പിടിച്ച് ഇങ്ങനെ തടഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനീനെ ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചിട്ടാണ് കേട്ടോ ജലജ അവിടുന്ന് പോകുന്നത്. അപ്പോൾ ദേവേനിക്കാണെങ്കിലും ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് പോയി തരാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും പോയി തരാം, ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നവൾ എന്തായാലും ഇവിടുന്ന് പോകാനൊന്നും പോകണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ജലജ അവിടുന്ന് അങ്ങ് പോകട്ടെ. അപ്പോൾ വീണ്ടും ദേവേനിക്ക് ദേഷ്യം കൂടാണ്. പിന്നീട് അനാമികയാണെങ്കിൽ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനാമികയുടെ അച്ഛൻ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ സ്വപ്നം കാണുന്നതെന്ന്. അപ്പോൾ ഞാൻ സ്വപ്നമൊന്നും കണ്ടില്ല എന്ന് പറയും. മോളെന്തിനാ വെറുതെ കള്ളം പറയുന്നത്, മോളുടെ മനസ്സിൽ ആനിയാണെന്ന് അറിയാലോ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ അനിയനോട് ഇങ്ങനെ മോളുടെ മനസ്സിലുള്ള കാര്യം തുറന്നു പറഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ പെൺകുട്ടികളല്ലല്ലോ അച്ഛാ പറയേണ്ടത്, അത് അവർ തന്നെ പറയേണ്ടത്, ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികളല്ലേ എല്ലാത്തിനും മുൻകൈ എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും അനാമികയുടെ അച്ഛനും അമ്മയും അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ സംസാരം കേട്ടിട്ട് പിന്നീട് ഇങ്ങനെ മോളുടെ മനസ്സിൽ അനിയാണല്ലോ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അനി ഇങ്ങനെ അനന്തപുരിയിലെ പയ്യനാണെന്നൊന്നും ഇങ്ങനെ അമ്മയ്ക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ അനിരുദ്ധ് ഇങ്ങനെ ഈ ഇവിടുത്തെ ഏറ്റവും ഇങ്ങനെ ലീഡ് ചെയ്യുന്ന ജ്വല്ലറി ഏതാന്നൊക്കെ ചോദിക്കുമ്പോൾ അതെന്താ സംശയം, അങ്ങനെ മൂർത്തിസ് ജ്വല്ലറി തന്നെയാണ്, അപ്പോൾ അവിടുത്തെ പയ്യനാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അച്ഛനാണെങ്കിലും അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മോളെന്താ അമ്മേനോട് ഇതൊന്നും പറയാമെന്ന് ചോദിക്കുന്നുണ്ട് ഇടയ്ക്ക്. പിന്നീട് അതുപോലെ തന്നെ അച്ഛനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, മോളുടെ മനസ്സിലുള്ളത് മോള് അനിയനോട് സംസാരിക്ക്, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് പോവാണ് കേട്ടോ. പിന്നീട് നന്ദു അനീനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നാളെ ഒരു 10 മണിക്ക് എനിക്ക് അനീനെ ഒന്ന് കാണണം, ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയാനുണ്ട്. അപ്പോൾ നന്ദു പറഞ്ഞാൽ പിന്നെ ഞാൻ വരാതിരിക്കുമോ, ഒരു 5 മിനിറ്റ് മുന്നേ തന്നെ ഞാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കുകയാണ്. അപ്പോൾ സമയത്ത് അനി പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ മുൻപത്തെ പോലെ സ്നേഹമൊന്നും ഇല്ലയെന്ന്, അപ്പോൾ ഇങ്ങോട്ട് തരുന്നത് അളന്ന് നോക്കി തിരിച്ച് അങ്ങോട്ടും തരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് വെക്കുകയാണ് കേട്ടോ രണ്ടുപേരും കൂടി സംസാരിച്ചിട്ട്. അതിനുശേഷം പിന്നീട് അനാമിക അനീനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അനീനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു, എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു യാത്രയിലാണെന്ന് ഇങ്ങനെ പറയുകയും ചെയ്യും. അപ്പോൾ അവളും കൂടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല എന്ന് പറയും. അപ്പോൾ ഞാൻ കാണുമ്പോഴൊക്കെ അങ്ങനെ അനിയാണെങ്കിലും തിരിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ എപ്പോഴും അവളെയും കൂടെ കൊണ്ട് നടക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണുമ്പോഴേക്ക് കൂടെ ഉണ്ടാവും, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയും. അപ്പോൾ ഞാൻ വീഡിയോ കോളിൽ വരണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കോളിൽ വന്നോ എന്ന് പറയും. അപ്പോൾ എന്തായാലും കൂടെ ഇല്ല എന്ന് മനസ്സിലായി എന്ന് പറയും. അപ്പോൾ എന്തായാലും പിന്നീട് അനിയാണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു, ഞാൻ നന്ദുവിനെ കൂടെ കൊണ്ട് നടക്കുന്നതുകൊണ്ട് ഇവൾക്ക് എന്താ പ്രശ്നം എന്നൊക്കെ. പിന്നീട് അനാമികയാണെങ്കിലും ഇങ്ങനെ എനിക്ക് നാളെ ഇങ്ങനെ അനിയനോട് സംസാരിക്കണം, എൻ്റെ ലൈഫിനെ പറ്റിയാണ്, എൻ്റെ ജീവിതത്തിനെ പറ്റിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ അത് എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് ആദ്യമായിട്ടാണ് ഒരാളോട് ആരാധന തോന്നുന്നത്, അപ്പോൾ അയാളോടല്ലേ പറയേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും സംസാരിച്ചിട്ട് വെക്കുകയാണ് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നീട് ദേവയാനിയാണെങ്കിലും വീണ്ടും ഇങ്ങനെ ആദർശ് ഇങ്ങനെ കയ്യിൽ കയറി നയനെ അടിക്കാൻ ചെന്നപ്പോൾ കയ്യിൽ കയറി പിടിച്ച കാര്യങ്ങളെ തന്നെയാണ് കേട്ടോ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോഴേക്കും നയനിയാണെങ്കിലും ഇങ്ങനെ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ ഞാൻ റൂമിലേക്ക് കയറട്ടെ, അകത്തോട്ട് വന്നോട്ടെ എന്ന്. അപ്പോൾ ദേവയാനി ദേഷ്യത്തോടെ വന്നിട്ട് നയനെ അങ്ങ് ഉന്തിയിട്ട് വാതിലടയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്.
പിന്നീട് ദേവയാനിയാണെങ്കിലും മനസ്സിലിങ്ങനെ ഓർക്കുന്നുണ്ട്, ഞാനിവിടുന്ന് പുറത്ത് പോകാനുള്ള എല്ലാതും ഉണ്ടാക്കിയിട്ട് അവൾ വന്നിരിക്കുകയാണെന്ന്. അതിനുശേഷം എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ദേവയാനി വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു ദേവയാനി വന്നില്ല എന്നുള്ളത്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഏട്ടത്തി പറഞ്ഞത് അങ്ങനെ ഒറ്റയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചോളാം എന്നുള്ളതല്ലേ എന്ന് പറയും. അപ്പോൾ എന്തായാലും മുത്തശ്ശി ജയനോടാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, നിൻ്റെ ഭാര്യ ഇങ്ങനെ ആ ഒരു തീരുമാനത്തിൽ തന്നെയാണല്ലേ എന്ന്. അപ്പോൾ ജയനാണെങ്കിലും പറയുന്നുണ്ട് അത് എന്ത് ചെയ്യാനാണ്. പിന്നീട് അതുപോലെ തന്നെ ഇങ്ങനെ മുത്തശ്ശന് ഇങ്ങനെ തളർച്ചയില്ല, മുത്തശ്ശൻ വരുന്ന കാര്യം നിൻ്റെ അച്ഛൻ ഇപ്പോൾ ഇങ്ങോട്ട് വരും, അപ്പോൾ അച്ഛനതൊക്കെ അറിഞ്ഞാൽ വിഷമാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവയാനി അങ്ങ് അകത്തേക്ക് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഭക്ഷണം അവിടെ എടുത്ത് വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, എനിക്ക് വേണ്ട, ഞാൻ എന്തായാലും പട്ടിണി എടുക്കാനൊന്നും പോകുന്നില്ല, അത് പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് അടുക്കളയിലേക്ക് പോവാണ് കേട്ടോ. പിന്നീട് ഇങ്ങനെ അച്ഛൻ വരുമ്പോഴത്തേന് ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഇതാക്കണം, അതുപോലെ തന്നെ ഇങ്ങനെ ആദർശവും അതുപോലെ നീയും കൂടെ ഇങ്ങനെ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വന്ന ശേഷം ഇങ്ങനെ വല്ലാത്ത തളർച്ചയും മുൻപത്തെ പോലെ അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജലജയാണെങ്കിലും എങ്ങനെ തളർച്ച ഉണ്ടാവാതിരിക്കുക, ഇങ്ങനെ രണ്ട് മരുമക്കൾ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഇങ്ങനെ ഒരു പ്രശ്നങ്ങളാണല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ജാനകിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ പ്രത്യേകിച്ച് നയനമോൾ ഇങ്ങനെ ചെയ്യാത്ത കുറ്റത്തിനാണ് ഇവിടെ ഓരോന്ന് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ അവരുടെ പേരിലേക്ക് എല്ലാ പ്രശ്നങ്ങളും ഇടണ്ട, നീ നിൻ്റെ മോനെക്കുറിച്ച് ഓർക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ജലജയോട് സംസാരിക്കുന്നുണ്ട്. പിന്നീട് മുത്തശ്ശി എന്തായാലും ദേവയാനിയോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ദേവയാനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ദേവയാനിയുടെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നീട് മുത്തശ്ശിയാണെങ്കിലും ദേവയാനിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ഒരു ഇത് വേണോ, ഇതുവരെ ഇവിടെ എങ്ങനെയൊന്നും നടന്നിട്ടില്ലല്ലോ എന്നുള്ളതിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ഇതിനേക്കാളും നല്ലത് നീ ഇവിടുന്ന് ഇറങ്ങി പോകുന്നത് തന്നെയാണ്, ഈ വീട് വിട്ട് പോകുന്നത് തന്നെയാണെന്ന് പറയുമ്പോൾ, അത് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒറ്റയ്ക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്നുള്ളതിലൊക്കെ ഇങ്ങനെ ദേവയാനി സംസാരിക്കുകയാണ്. അപ്പോൾ ദേവയാനി പറഞ്ഞത്, എന്തായാലും അച്ഛൻ ഇങ്ങനെ വരും വരും അങ്ങനെ അദ്ദേഹത്തിനെ അറിയിക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ, എനിക്ക് ആര് കേട്ടാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശി അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ നീ വിചാരിച്ച പോലെ അങ്ങ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നയനയാണെങ്കിൽ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന്. അപ്പോൾ നയന അടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അമ്മ എല്ലാവരും ഇങ്ങനെ വിഷമിപ്പിക്കാതെ, ഞാൻ വേണമെങ്കിൽ ഈ വീട് വിട്ട് പോയിക്കോളാം എന്ന് പറയും. അപ്പോൾ ദേവയാനിക്ക് അത് ഇഷ്ടാവില്ല. അപ്പോൾ ഞാനല്ലേ ഇപ്പോൾ വലിഞ്ഞു കയറി വന്നവൾ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒറ്റയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് കഴിച്ചോളാം, നീയല്ലേ ഈ വീട്ടിലെ VIP, അപ്പോൾ നീ അവരുടെ കൂടെ ചെന്നിരുന്ന് കഴിച്ചോ എന്ന് പറയാണ്. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.